വെൽക്കം ബാക്ക് ടു C++ കോഴ്സ്. ഈ ഒരു സെഷനിൽ നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, രണ്ട് ക്ലാസ്സുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒന്ന് പെട്രോൾ, മറ്റൊന്ന് ഇലക്ട്രിക്. അതായത് ഇത് പെട്രോൾ കാറും ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് കാറും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ക്ലാസ്സുകളും യഥാർത്ഥത്തിൽ ബേസ് ക്ലാസ്സുകളാണ്. അപ്പോൾ നമുക്കിവിടെ കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ക്ലാസ്സിനെയും ഉപയോഗിക്കുകയാണ്. അതായത് ഒരു ക്ലാസ്സിന് ഒന്നിലധികം ബേസ് ക്ലാസ്സുകളെ ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് എ ക്ലാസ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം മോർ ദാൻ വൺ ബേസ് ക്ലാസ്. ഒന്നിലധികം ബേസ് ക്ലാസ്സുകൾ ഒരു ക്ലാസ്സിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബേസ് ക്ലാസ്സിലെ മെത്തേഡ്സുകൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി C++ ഉപയോഗിച്ച് എങ്ങനെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് നമുക്ക് അച്ചീവ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് രണ്ട് ബേസ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഒന്ന് ഇലക്ട്രിക്കും മറ്റൊന്ന് പെട്രോളും. ഈ രണ്ട് ബേസ് ക്ലാസ്സുകളും ഉപയോഗിക്കുന്നത്, അതിലെ മെത്തേഡ്സ് ആക്സസ് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ എൻ്റെ ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻറ്റ് നൽകുന്നു. ഹാഷ് ഇൻക്ലൂഡ് IOStream. ഞാനത് കുറച്ച് സൂം ചെയ്യുകയാണ്. ഓക്കെ, യൂസിങ് നെയിം സ്പേസ് std. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ ഒരു ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലാസ് ഇലക്ട്രിക്. ഓക്കെ, ഈ ക്ലാസ്സിനുള്ളിൽ ഞാൻ എൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് റിസീവ് ചെയ്യാനായിട്ട്, അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡബിൾ ബാറ്ററി എന്ന് പറയുന്ന ഒരു വേരിയബിൾ നൽകുകയാണ്. ഡബിൾ ബാറ്ററി. ഓക്കെ, ഇനി ഇതിൻ്റെ കൺസ്ട്രക്ടർ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇലക്ട്രിക് ഡബിൾ ബാറ്ററി ഞാൻ അസൈൻ ചെയ്യുന്നു. This battery equals battery. ഓക്കെ, ഇനി എൻ്റെ ബാറ്ററി ഡിസ്പ്ലേ ചെയ്ത് കാണണം. അതായത് എൻ്റെ കറണ്ട് ബാറ്ററി ആണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണേണ്ടത്. അതായത് ഞാൻ എൻ്റെ ബാറ്ററി ഇൻപുട്ട് ചെയ്ത് നൽകുന്നുണ്ട്. ആ ബാറ്ററിയുടെ ലെവല് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു 5% എൻ്റെ ബാറ്ററി ലെവല് കുറയുന്നതായിരിക്കും. ഇൻ കേസ് അതുപോലെ തന്നെ ഞാൻ പെട്രോൾ കാറിലും ഇതുപോലെ തന്നെ ചെയ്യും. അതിൽ 5% പെട്രോള് കുറയുന്നതായിരിക്കും എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതിനായിട്ട് ഞാനൊരു മെത്തേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. വോയിഡ് ഷോ ബാറ്ററി. ഓക്കെ, ഇതിനുള്ളിലാണ് എൻ്റെ കാൽക്കുലേഷൻസ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാറ്ററി ഞാൻ എൻ്റെ ലോജിക്ക് ഇവിടെ എക്സ്പ്രസ് ചെയ്യാണ്. അതായത് ബാറ്ററിയിൽ നിന്ന് ഞാൻ ഇൻപുട്ട് ചെയ്ത് നൽകുന്ന ബാറ്ററിയിൽ നിന്ന് 5% കുറയണം. ഓക്കെ, അതിന് ഞാൻ നൽകുകയാണ് ബാറ്ററി മൈനസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ബാറ്ററി ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 5% ആണ് എനിക്ക് ഇതിൽ നിന്ന് കുറയ്ക്കേണ്ടത്. സെമിക്കോളൻ. ദെൻ എൻ്റെ ബാറ്ററി, കറണ്ട് ബാറ്ററി എത്രയാണെന്ന് ഡിസ്പ്ലേ ചെയ്യണം. സി ഔട്ട് കറണ്ട് ബാറ്ററി ലെവൽ. ഓക്കെ, അതിന് ഞാൻ ബാറ്ററി നൽകുകയാണ്. ബാറ്ററി. അതിനുശേഷം ബാറ്ററി ആയതുകൊണ്ട് പെർസെൻറ്റേജ് സൈൻ നൽകുകയാണ്. ദെൻ എൻ്റർ. ഓക്കെ,
അപ്പോൾ ആ മെത്തേഡ് ഡെഫിനിഷൻ ഞാൻ നൽകിയിരിക്കുകയാണ്. ഇനി മറ്റൊരു ബേസ് ക്ലാസ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇലക്ട്രിക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഇതൊരു ബേസ് ക്ലാസ് ആണ്. ഓക്കെ, മറ്റൊരു ബേസ് ക്ലാസ്സും കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്ലാസ് അതേതായിരിക്കും? പെട്രോൾ എന്ന് പറയുന്ന ക്ലാസ് ആയിരിക്കും. പെട്രോൾ. അതിനുള്ളിൽ പബ്ലിക്കായിട്ട് അതിൻ്റെ കൺസ്ട്രക്ടർ ഞാൻ പറഞ്ഞു നൽകുകയാണ്. അതിന് മുൻപ് എനിക്കിവിടെ പെട്രോൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. അതായത് എത്ര ലിറ്റർ പെട്രോളാണ് എന്നുള്ളത് ഞാൻ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലോട്ട് പെട്രോൾ. ഓക്കെ, ദെൻ ഇതിൻ്റെ കൺസ്ട്രക്ടർ പെട്രോൾ petrol this petrol equals petrol. ഓക്കെ, ഇവിടെ എനിക്ക് ഈ സെയിം കാൽക്കുലേഷൻസ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെയും എനിക്ക് ഷോ ബാറ്ററി പോലെ തന്നെ ഷോ പെട്രോൾ എന്നുള്ള മെത്തേഡാണ് നൽകേണ്ടത്. അത് ഞാൻ കൊടുക്കുന്നു. void show petrol എന്ന് നൽകി അതിനുശേഷം അതിൻ്റെ ഡെഫിനിഷൻ നൽകാം. ഇവിടെയും നമ്മുടെ നേരത്തെ ചെയ്ത സെയിം ലോജിക്ക് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അതിനായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇത് കോപ്പി ചെയ്യുകയാണ്. പേസ്റ്റ് ചെയ്യുന്നു. ബാറ്ററിക്ക് പകരം ഞാൻ പെട്രോൾ നൽകുന്നു. കറണ്ട് പെട്രോൾ ലെവൽ. ഇവിടെ പെർസെൻറ്റേജിന് പകരം നിങ്ങൾക്ക് ലിറ്ററോ ML എന്ത് വേണമെങ്കിലും നൽകാം. ഞാൻ ഇവിടെ ലിറ്റർ എന്ന് കൊടുക്കുകയാണ്. എനിക്കിനി എന്താണ് ചെയ്യേണ്ടത്? ഇലക്ട്രിക്കും അതുപോലെ തന്നെ പെട്രോൾ എന്ന രണ്ട് ബേസ് ക്ലാസ്സുകളെ യൂസ് ചെയ്യണം അല്ലേ? അതിനെ മറ്റൊരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. ക്ലാസ് കാർ എന്ന് പറയുന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇനിയാണ് ഈ കോളിന് ശേഷമാണ് നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് കൊണ്ടുവരുന്നത്. അതായത് ഈ രണ്ട് ക്ലാസ്സുകളെയും എനിക്ക് ആക്സസ് ചെയ്യണം. എങ്ങനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും? അതിന് എൻ്റെ ആക്സസ് സ്പെസിഫയർ പറഞ്ഞു കൊടുക്കുന്നു. പബ്ലിക്, പിന്നീട് എൻ്റെ ക്ലാസ്സിൻ്റെ നെയിം പറഞ്ഞു കൊടുക്കാം. ഇലക്ട്രിക് എനിക്ക് ആക്സസ് ചെയ്യണം. അതിനുശേഷം കോമ നൽകുക. പിന്നെ എനിക്ക് ആക്സസ് ചെയ്യേണ്ട അടുത്ത ക്ലാസ് ഏതാണ്? പെട്രോളാണ്. വീണ്ടും ഞാൻ നൽകുന്നു പബ്ലിക് പെട്രോൾ. ഓക്കെ, ദെൻ എൻ്റെ ക്ലാസ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ഒരു കാർ എന്ന് പറയുന്ന ക്ലാസ്സിലെ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഈ വാല്യൂസ് എല്ലാം ഞാൻ ഇൻപുട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയ പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് എൻ്റെ കാർ എന്ന് പറയുന്ന ഈ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ വഴിയായിരിക്കും എൻ്റെ ബാറ്ററി പെർസെൻറ്റേജും അതുപോലെ തന്നെ പെട്രോളും വാല്യൂവും നൽകുന്നത്. അപ്പോൾ എനിക്ക് ഈ കാറിലേക്ക് ഇപ്പോൾ ഓൾറെഡി ഇതിന് കൺസ്ട്രക്ടർ ഇല്ല. ഇത് ഏതിൻ്റെ കൺസ്ട്രക്ടർ ആക്സസ് ചെയ്യേണ്ടതായിട്ടുണ്ട്? അതായത് ഇലക്ട്രിക്കിൻ്റെയും പെട്രോളിൻ്റെയും ആക്സസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ നൽകുകയാണ് പബ്ലിക് കാർ. ഓക്കെ, ഇനി പറഞ്ഞു കൊടുക്കേണ്ടത് എൻ്റെ ഇലക്ട്രിക്കിൻ്റെയും പെട്രോളിൻ്റെയും കൺസ്ട്രക്ടർ വാല്യൂസ് ആണ്. അതിലേക്ക് ഞാൻ പാസ് ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? പെട്രോളുണ്ട്, അതുപോലെ തന്നെ ബാറ്ററി ഉണ്ട്. ആദ്യം എന്താണ്? ബാറ്ററിയാണ്. അത് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഡബിൾ, അതിൻ്റെ ടൈപ്പ് സ്പെസിഫൈ ചെയ്യണം. ഡബിൾ ബാറ്ററി കോമ ഫ്ലോട്ട് പെട്രോൾ. ഓക്കെ,
അതിനുശേഷം ഒരു കോളം നൽകുക. എന്നിട്ട് എൻ്റെ കൺസ്ട്രക്ടർ ആക്സസ് ചെയ്യേണ്ട ക്ലാസ്സുകൾ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ആ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ തന്നെയാണ് നമ്മളിവിടെ കോൾ ചെയ്യുന്നത്. ഇലക്ട്രിക്, ദെൻ അതിൽ നമ്മൾ ആ ഒരു കൺസ്ട്രക്ടറിലേക്ക് നമ്മൾ പാസ് ചെയ്ത അതെന്താണെന്ന് നോക്കുക. നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിലേക്ക് നമ്മൾ എന്താണ് പാസ് ചെയ്തത്? ബാറ്ററിയാണ്. ഓക്കെ, അതിവിടെ പറഞ്ഞു കൊടുക്കാം, ബാറ്ററി. ദെൻ ഒരു ക്ലാസ് കൂടെ ഞാൻ ആക്സസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതാണ്? പെട്രോൾ. അതും പറഞ്ഞു കൊടുക്കാം, പെട്രോൾ. ദെൻ പെട്രോൾ. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇവിടെ എനിക്ക് കാറിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കണം. എൻ്റെ കാർ എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് ഉപയോഗിച്ചിട്ടായിരിക്കും ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മറ്റൊരു മെത്തേഡ് കൂടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതായത് എൻ്റെ ഡീറ്റെയിൽസ്, ഞാൻ ഇൻപുട്ട് ചെയ്ത ഡീറ്റെയിൽസ് എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണണം. അതിനുവേണ്ടി ഞാനൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു, void details. ഇതിനുള്ളിൽ എന്താണ്? എൻ്റെ ബാറ്ററി ലെവലും പെട്രോൾ ലെവലും ഒന്ന് ഡിസ്പ്ലേ ചെയ്യണം. അതായത് ഇൻപുട്ട് ചെയ്ത് നൽകിയ, അതായത് കാർ എന്ന് പറയുന്ന കൺസ്ട്രക്ടറിലൂടെ ഞാൻ ഇൻപുട്ട് ചെയ്ത് നൽകുന്ന ആ വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കാണണം. അതിനാണ് ഞാൻ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനായിട്ട് cout ബാറ്ററി ലെവൽ ബാറ്ററി എൻ്റർ. അതുപോലെ തന്നെ പെട്രോളും നൽകുന്നു, പെട്രോൾ ലെവൽ എൻ്റർ. ഓക്കെ, നൽകുന്നു. അതായത് ഈ ബാറ്ററിയും പെട്രോളും എനിക്ക് എന്തുകൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റിയത്? ഞാനിവിടെ അതിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? അതിനെ ആക്സസ് ചെയ്യുകയാണ്. അതായത് ഇതെൻ്റെ ഒരു ഡിറൈവ്ഡ് ക്ലാസ്സാണ്. ഇതിൽ ഇലക്ട്രിക്കും പെട്രോളും ബേസ് ക്ലാസ്സുകളാണ്. അതിനെ ഞാൻ ആക്സസ് ചെയ്യുകയാണ്. അപ്പോഴേക്കും ആക്സസ് ചെയ്യുമ്പോഴേക്കും എന്തായിരിക്കും സംഭവിക്കുക? നമുക്കവിടെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, ഇനി ഞാൻ അതായത് എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്തായിരിക്കും സംഭവിക്കുക? അതായത് 5% ഫ്യൂവൽ കുറയും. അപ്പോൾ ഇലക്ട്രിക് ആണെങ്കിൽ 5% ചാർജ് കുറയും. ഓക്കെ, അപ്പോൾ ഞാൻ അതാണ് ഇനി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാൻ മറ്റൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു, void start. എന്നിട്ട് അതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു മെസ്സേജ് നൽകുന്നു, cout സ്റ്റാർട്ടിംഗ് കാർ. ഇനി എന്താണ് എനിക്കറിയേണ്ടത്? എൻ്റെ ബാറ്ററിയുടെ കാറിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നാണ്. കാരണം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 5% എൻ്റെ ചാർജ് ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും കുറഞ്ഞിരിക്കണം. ഓക്കെ, അതിന് ഞാനിവിടെ ആദ്യം എന്താണ്? ഇലക്ട്രിക് കാറിൻ്റെയാണ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് ഞാൻ ഇലക്ട്രിക് കാറ് ആക്സസ് ചെയ്യാണ്. ഇലക്ട്രിക് സ്കോപ്പ് റെസൊല്യൂഷൻ കൊടുക്കാം. അതിനുശേഷം ഷോ ബാറ്ററി എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത എന്താണ് എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? പെട്രോളാണ്. പെട്രോൾ, ദെൻ സ്കോപ്പ് റെസൊല്യൂഷൻ, ദെൻ ഷോ പെട്രോൾ എന്നുള്ള മെത്തേഡ് ആക്സസ് ചെയ്യും. ഓക്കെ, കൂൾ. അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ അകത്ത്, അതായത് കാർ എന്ന് പറയുന്ന നമ്മുടെ ക്ലാസ്സിൽ 2 മെത്തേഡ്സുകളാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ നൽകാം, ഇൻറ്റ് മെയിൻ റിട്ടേൺ 0 നൽകാം, റിട്ടേൺ 0. ഓക്കെ, ഇനി എന്താണ് ഞാൻ നൽകാൻ പോകുന്നത്? അതായത് എനിക്ക് ഡബിളായിട്ട് ഒരു ബാറ്ററി വാല്യൂ നൽകണം, ഫ്ലോട്ടായിട്ട് പെട്രോൾ എത്ര ലിറ്റർ ആണെന്ന് നൽകണം. ഓക്കെ,
ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ്റെ ഇതിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇത് നമുക്ക് മനസ്സിലാക്കാം, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഞാനിവിടെ ഡബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഡബിൾ ബാറ്ററി വാല്യൂ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫ്ലോട്ട് പെട്രോൾ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നു. എൻ്റെ ഇൻപുട്ടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതായത് എൻ്റെ പെട്രോൾ നമുക്ക് കൊടുക്കാം Cout and petrol അത് പെട്രോൾ വാല്യൂയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ വണ്ടിയുടെ ചാർജ് അതും എൻ്റർ ചെയ്യാണ്. എൻ്റെ ബാറ്ററിയുടെ ചാർജ്. ഓക്കെ, ദെൻ in battery value. ഓക്കെ, ഇനി എന്താണ് എനിക്ക് വേണ്ടത്? ഞാനൊരു സെപ്പറേഷൻ നൽകുകയാണ്. അതിനായിട്ട് Cout ഡബിൾ കോട്ട്സിൽ ഞാൻ കുറച്ച് അണ്ടർസ്കോർ ആഡ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഞാനൊരു /n കൂടെ ആഡ് ചെയ്യുന്നു നെക്സ്റ്റ് ലൈനിലേക്ക് വരാനായിട്ട്. ഓക്കെ, ഇനി എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? അതായത് എൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്, അതായത് കാർ എന്ന് പറയുന്ന ക്ലാസ് യൂസ് ചെയ്തിട്ട് ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. കാർ, അതിനുശേഷം കാർന്ന് നൽകി ഇനി അതിൽ വാല്യൂ പാസ് ചെയ്യുകയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കൺസ്ട്രക്ടർ വഴി ആ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ്? വാല്യൂ മാത്രം പാസ് ചെയ്താൽ മതി. ആദ്യത്തെ വാല്യൂ എന്താണ്? അതായത് ഡബിൾ ബാറ്ററിയാണ് എനിക്ക് ആദ്യം പാസ് ചെയ്യേണ്ടത്. അപ്പോൾ ബാറ്ററിയുടെ വാല്യൂ ഏതിൻ്റെ അകത്തായിരിക്കും സ്റ്റോർ ചെയ്യുക? ബാറ്ററി വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിലായിരിക്കും. അതിവിടെ പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം പെട്രോൾ വാല്യൂ നൽകുക. പെട്രോൾ വാല്യൂ സെമിക്കോളൻ. ഓക്കെ, ഇനി എൻ്റെ കാറിൻ്റെ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാം. അതെവിടെയാണ് ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എൻ്റെ കാർ എന്ന് പറയുന്ന ക്ലാസ്സിലാണ്. ഓക്കെ, അത് ഞാൻ ആക്സസ് ചെയ്യുന്നു. കാർ ഡീറ്റെയിൽസ്, ഞാൻ അത് ആക്സസ് ചെയ്യുന്നു. ഇനി എന്താണ്? ഡീറ്റെയിൽസ് എനിക്ക് കിട്ടി. ഇനി എന്താണ് എനിക്ക് വേണ്ടത്? എനിക്ക് കാർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോഴേക്കും എൻ്റെ ബാറ്ററി പെട്രോൾ കുറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അത് ഞാനിവിടെ കോൾ ചെയ്യുന്നു. കാർ സ്റ്റാർട്ട്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്യാം. നമുക്കിവിടെ കാണാൻ സാധിക്കും എൻ്റെ പെട്രോൾ. ഞാനൊരു 5 ലിറ്റർ പെട്രോൾ കൊടുക്കുകയാണ്. ബാറ്ററി ഒരു 78% ബാറ്ററി ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും 78 ബാറ്ററി ലെവൽ. അതുപോലെ തന്നെ 5 ലിറ്റർ പെട്രോൾ നമുക്ക് കാണാൻ സാധിക്കും. കറണ്ട് ബാറ്ററി ലെവൽ എന്താണ്? അതായത് 74.1% ആണ്. അതായത് 5% ഉള്ള ബാറ്ററി ലെവലിൽ നിന്ന് കുറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ പെട്രോൾ ലെവലും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 4.75 ലിറ്റർ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ പ്രോഗ്രാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. നമ്മളിവിടെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ് ചെയ്തിരിക്കുന്നത്.